ഒന്ന് തുടരാമോ? ഇപ്പോൾ അഡ്വക്കേറ്റ് ടി അസഫ് അലി കൂടി ചേരുന്നുണ്ട്. ശ്രീ അസഫ് അലി, ഇവിടെ റെയ്ഡിലേക്ക്, അതായത് താങ്കൾ എമ്പുരാൻ കണ്ടു എന്ന് കരുതുന്നു, ആ ചിത്രത്തിലേതുപോലെ തന്നെ ഒരു റെയ്ഡിലേക്ക് അതിന്റെ നിർമ്മാതാവ് കൂടിയായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ ഒരു കേസ് ഈ ഫെമ നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ റെയ്ഡിലേക്ക് കടക്കുന്നത് ചിത്രത്തിലെ ആ ഒരു രംഗത്തെ അത് അങ്ങനെ തന്നെ യാഥാർത്ഥ്യമാവുന്ന തരത്തിലേക്കല്ലേ നിലവിലെ ഈ റെയ്ഡിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ഭരണാധികാരികളെ ഭരണം ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുക, നിശബ്ദരാക്കുക എന്ന ഏകാധിപതികളുടെ പ്രവൃത്തികളാണ് കേന്ദ്രത്തിലെ മോഡി ഗവൺമെന്റ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രതികരിക്കാനുള്ള നമ്മുടെ റൈറ്റ് ഭരണപരമായ റൈറ്റാണ്. അതിനെ നിശബ്ദരാക്കുക എന്നത് ഭരണഘടനയെ ലംഘിച്ചിട്ടുള്ള ഏകാധിപതികളുടെ, പണ്ട് ഇദി അമീൻ പറയുകയുണ്ടായി, ഐ ക്യാൻ ഗ്യാരണ്ടി ഫ്രീഡം ഓഫ് സ്പീച്ച് ബട്ട് ഐ കനോട്ട് സ്പീച്ച്. അതുപോലെയാണ് എമ്പുരാൻ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്താണ്, ഒരു പാർട്ടിയുടെ, ഒരു ഗവൺമെന്റിന്റെ, ഒരു ഭരണാധികാരി ഒരു കാലത്ത് ഭീകരത തുറന്നു കടന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ, അതായത് ആ ഭീകരത കൂടിയാണ് ഇതിൽ നിന്ന് വെളിവാകുന്നത്. ആ സിനിമയുടെ പശ്ചാത്തലത്തിൽ കൂടി ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുമ്പോൾ ഇത് കൃത്യമായ ഇടവേളയിൽ ഇല്ലെങ്കിൽ ആ സമയത്താണോ ഇതിൽ ഒരു റെയ്ഡിലേക്ക്, അതായത് ഈ ഫെമ നിയമപ്രകാരമുള്ള ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ പരിശോധനയ്ക്ക് ശേഷം അത് വ്യക്തമാകേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ നടത്തിയിരിക്കുന്ന റെയ്ഡിനെ എമ്പുരാന്റെ പശ്ചാത്തലത്തിൽ കൂടി നോക്കിക്കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. അസ്ലം വീണ്ടും ചേരുന്നുണ്ട്. അസ്ലം, ഈ ഫെമ നിയമലംഘനം അതൊരു മാറ്റി വെക്കേണ്ട കാര്യമല്ല. കാരണം എമ്പുരാനിൽ അത് മുങ്ങിപ്പോകാനും പാടില്ല. നേരത്തെ ഉണ്ടായിരുന്ന കേസാണ്, ചോദ്യം ചെയ്യപ്പെട്ട ആളാണ് ഗോകുലം ഗോപാലൻ. അതവിടെ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇഡിയുടെ ഈ നടപടിയെ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാകാനുള്ള സാധ്യത കൂടിയല്ലേ കാണുന്നത്? തീർച്ചയായും നേരത്തെ ചിട്ടി നടത്തിപ്പ് സംബന്ധിച്ച് ഫെമ നിയമലംഘനവും അതോടൊപ്പം തന്നെ കള്ളപ്പണ ഇടപാടുകളുണ്ടെന്നുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും പരിശോധന നടത്തുകയും ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുകയും കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നതാണ്. അതേസമയം ആ കേസിന്റെ മുന്നോട്ട് പോക്ക് വലിയ തോതിൽ പിന്നീട് മുന്നോട്ട് പോവുകയോ പിന്നെ എന്തെങ്കിലും പരിശോധനകളോ അല്ലെങ്കിൽ നടക്കുന്നതായിട്ട് അറിയുകയോ ഒന്നും ചെയ്തിരുന്നില്ല. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആ കേസ് നടത്തിപ്പിലൊരു മെല്ലപ്പോക്ക് പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേസമയം എമ്പുരാന്റെ പശ്ചാത്തലത്തിൽ എമ്പുരാന്റെ ഒരു സഹനിർമ്മാതാവായതിനു ശേഷവും ഒരുപക്ഷെ ഇഡി അത്തരം കേസുകൾ തന്നെ ഒന്നുകൂടി പൊടുത്തിക്കൊണ്ട് പരിശോധനകളിലേക്ക് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായിട്ടും എമ്പുരാനെതിരായ എമ്പുരാൻ ഉണ്ടാക്കിയെടുത്ത വിവാദങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ച് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിലൊക്കെ അതുണ്ടാക്കിയ ഒരു അല്ലെങ്കിൽ അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നതാണ്. ഒരുപക്ഷെ ഈ ഒരു നേരത്തെ തന്നെ ഇഡി കേസ് നിലവിലുള്ള, അതോടൊപ്പം തന്നെ ഈ കള്ള ഇടപാട് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ നിലവിലുള്ള ഒരാൾക്കെതിരായ പരിശോധന ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരു ന്യായീകരണം, ഒരു അസ്വാഭാവികത ഇല്ല. സാധാരണ നേരത്തെയുള്ള കേസിന്റെ ഒരു പരിശോധന എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾക്കും അല്ലെങ്കിൽ ബിജെപി നേതാക്കൾക്കും പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു വ്യക്തി കൂടിയാണ് ഗോകുലം ഗോപാലൻ. അതുകൊണ്ട് തന്നെയാകും ഒരുപക്ഷെ ആദ്യ നടപടി എന്ന അർത്ഥത്തിൽ ഗോകുലം ഗോപാലിന്റെ വീട്ടിൽ തന്നെ ഗോകുലം ഗോപാലിന്റെ ഓഫീസുകൾ തന്നെ പരിശോധന നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ കോഴിക്കോട് പരിശോധന നടക്കുന്നത് ഗോകുലം ഗ്രാൻഡിലും അതോടൊപ്പം ഗോകുലം മാളിലുമാണ്. ഗോകുലം ഗ്രാൻഡ് അദ്ദേഹത്തിന്റെ ഹോട്ടലാണ്. ആ ഹോട്ടലിലാണ് അദ്ദേഹം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം മറ്റൊരു മീറ്റിംഗിന് വേണ്ടി കോഴിക്കോട് ഗോകുലം ഗ്രാൻഡിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് സംസാരിക്കുന്നതും ഉണ്ടാവാം. CRPFന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി പുറത്തുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. കൊച്ചി എന്നുള്ള യൂണിറ്റ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കൊച്ചി എന്നുള്ള യൂണിറ്റാണ് ഇത് പരിശോധിക്കുന്നത്. നേരത്തെ തന്നെ കൊച്ചി യൂണിറ്റ് തന്നെയായിരുന്നു നേരത്തെ ഇയാൾക്കെതിരെ, അതായത് ഗോകുലം ഗോപാലിനെതിരെ നേരത്തെ ഇഡി കേസ് രജിസ്റ്റർ ചെയ്തതും കൊച്ചി യൂണിറ്റാണ്. കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ഇപ്പോൾ പരിശോധനകൾ അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യം ചോദ്യം ചെയ്യലൊക്കെ നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഉദ്യോഗസ്ഥർ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന മുറയ്ക്ക് ഒരു പക്ഷേ CRPF ഉദ്യോഗസ്ഥരെ ഹോട്ടലിനകത്തേക്ക് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് എന്തെങ്കിലും നടപടിയുടെ ഭാഗമാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായ മറ്റു വേണ്ടിയാണെന്ന് അറിയില്ല. എന്തായാലും CRPF ഉദ്യോഗസ്ഥരെ കൂടി ഗ്രാൻഡ് ഹോട്ടലിനകത്തേക്ക് ഉദ്യോഗസ്ഥരെ കൂടി കൊണ്ടുപോയിട്ടുണ്ട്
ഏതെങ്കിലും നടപടിയുടെ ഭാഗമാണോ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയേണ്ട കാര്യമാണ്. ശരി, അതാണ് ചോദ്യം ചെയ്യൽ ഇപ്പോൾ തന്നെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഗോകുലത്തിന്റെ സ്ഥാപനങ്ങളിലാണ് പ്രധാനപ്പെട്ട ഓഫീസായ ചെന്നൈയും കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. ഗോകുലം ഗ്രാൻഡിൽ റെയ്ഡ് നടക്കുകയാണ്. ഗോകുലം ഗോപാലിന്റെ വീട്ടിലും റെയ്ഡ് ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ED പരിശോധനയുമായി എത്തിയിരിക്കുന്നു. ഫെമ നിയമലംഘനം നടത്തിയെന്നുള്ള ആരോപണം നേരത്തെയുള്ള കേസാണ്. 2023 ഇതുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തതാണ് ED. അതിന്റെ തുടർച്ചയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എമ്പുരാന്റെ നിർമ്മാതാവ് എന്നുള്ള സാഹചര്യം കൂടി ഈ വിഷയത്തിൽ നിലവിലെ പരിശോധനയിൽ റെയ്ഡിൽ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ടാണോ ഇത്തരത്തിലൊരു പ്രതികാര നടപടിയിലേക്കാണോ ED കടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകേണ്ടതുമാണ്.